അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സ്വപ്നം തകർത്ത ഇറാൻ ഒരാഴ്ചക്കുള്ളിൽ ഇറാൻ നേതാക്കളെ കൊന്നുതള്ളി ഭരണം പിടിക്കാനുള്ള വ്യാമോഹം എങ്ങുമെത്താതെ പാതി വഴിയിൽ. ഇറാനിൽ ആഭ്യന്തര കലാപം സൃഷ്ടിക്കുക, അതുവഴി ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടത്തുക, ഇറാനിലെ ഭരണം അട്ടിമറിക്കുക എന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വർഷങ്ങളായുള്ള ആഗ്രഹമായിരുന്നു. ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്കെതിരായ ആക്രമണം ഇല്ലായ്മ ചെയ്യുക, ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്നും ഇറാനെ തടയുക, തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന സഹായം അവസാനിപ്പിക്കുക എന്നിങ്ങനെയുള്ള കാരണങ്ങളാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഭരണം അട്ടിമറിക്കുക എന്ന ലക്ഷ്യമാണ് പിന്നിലുള്ളതെന്ന് വ്യക്തം. അതിനായി ഭരണകൂടത്തോട് എതിർപ്പുള്ളവരെ തെരുവിലിറക്കണം. അങ്ങനെ ഭരണം അട്ടിമറിച്ച് പുതിയ ഭരണാധിപരെ നിയമിക്കണം. ഇത്തരം വ്യാമോഹങ്ങളിലൂടെയാണ് ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. ഒരാഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിച്ച് സ്ഥലം കാലിയാക്കിയേക്കാം എന്നെല്ലാം കണക്ക് കൂട്ടിയിരുന്നു. ഒരു മാസത്തോടടുക്കുന്ന യുദ്ധം സകല പ്ലാനുകളും പൊളിച്ചു. ഇതിനിടയിൽ ഒരു ചെറിയ പ്രക്ഷോഭത്തിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണമാറ്റത്തിന്റെയോ ഒരു ലക്ഷണവും കാണുന്നില്ലെന്നുള്ളതാണ് എതിർകക്ഷികളുടെ ക്ഷമ നശിപ്പിക്കുന്നത്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിച്ചതിനുമപ്പുറം വലിയ തിരിച്ചടി നൽകാനും യുദ്ധം വ്യാപിപ്പിക്കുന്നതിലൂടെ ഇന്ധന മേഖലയിലും സാമ്പത്തിക മേഖലയിലും വൻ ഇടിവ് വരുത്താനും ഇറാന് സാധിച്ചു. യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ തങ്ങളുടെ പദ്ധതി വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാം എന്നതായിരുന്നു കണക്കുകൂട്ടൽ. മൊസാദ് എന്ന ഇസ്രായേൽ ചാരസംഘടനയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. മൊസാദ് തയ്യാറാക്കിയ ഈ പദ്ധതി പ്രകാരമാണ് എല്ലാം തുടങ്ങിയതെന്ന് പ്രമുഖ മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. യുഎസും ഇസ്രായേലും യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന അവസരത്തിൽ ഡേവിഡ് ബാർണിയ എന്ന മൊസാദ് തലവൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സന്ദർശിച്ചിരുന്നു. യുദ്ധം നിങ്ങൾ ആരംഭിച്ചു കൊള്ളുക. യുദ്ധം തുടങ്ങി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇറാൻ ഭരണകൂടത്തിനെതിരെ പ്രതിപക്ഷത്തെ ഞങ്ങൾ ഏകോപിപ്പിക്കും. അതോടെ ഗത്യന്തരമില്ലാതെ ഭരണം അട്ടിമറിക്കാൻ സാധിക്കുമെന്ന് മൊസാദ് മേധാവി പറയുകയുണ്ടായി. നെതന്യാഹു ഈ പദ്ധതി അംഗീകരിച്ചു. എന്നാൽ ചില US ഉദ്യോഗസ്ഥർക്കും ഇസ്രായേലിലെ തന്നെ മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർക്കും ഇതെത്രമാത്രം വിജയത്തിലെത്തിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നതാണ്. ട്രംപ് ഭരണകൂടത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മുമ്പിലും മൊസാദ് മേധാവി തന്റെ പദ്ധതി വിവരിച്ചിരുന്നു. അതോടെ ട്രംപിനും നെതന്യാഹുവിനും പ്ലാൻ വിജയിക്കുമെന്നൊരു ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു. അതിനും കാരണമുണ്ട്. പ്ലാൻ പറയുന്നത് ലോകത്തിലെ തന്നെ മികച്ച രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവനാണ് എന്നതാണ്. ഭരണം അട്ടിമറിക്കാമെന്ന പ്രതീക്ഷയോടെയാണ് യുദ്ധം ആരംഭിക്കുന്നതും. അതിനാൽ തന്നെ തുടക്കത്തിൽ ട്രംപ് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തിരുന്നു. ഈ യുദ്ധം അവസാനിച്ചു കഴിയുമ്പോൾ വരുന്ന പുതിയ ഗവൺമെന്റിനെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്ന ട്രംപിന്റെ ആഹ്വാനത്തിൽ മൊത്തം പാളിച്ചകളാണ് നടന്നത്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ അമാൻ വിദഗ്ധരും അമേരിക്കയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരും മൊസാദിന്റെ ഈ പദ്ധതിയെ തുടക്കത്തിലെ തന്നെ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ US രഹസ്യാന്വേഷണ സംഘം തങ്ങളുടെ വിലയിരുത്തൽ തുടക്കത്തിൽ ട്രംപിനോട് വെളിപ്പെടുത്തിയിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം ഒരു യുദ്ധം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയാൽ തന്നെ ഇറാനിലെ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങില്ല. ഭരണം അട്ടിമറിക്കാമെന്ന വ്യാമോഹം നടക്കില്ലെന്നും ജനകീയ മുന്നേറ്റം സാധ്യമായ കാര്യമല്ലെന്നും രഹസ്യാന്വേഷണ സംഘം അറിയിച്ചതാണ്. അതുമാത്രമല്ല, യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അതൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴിമാറുമെന്നതിൽ സംശയം വേണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയതുമാണ്. പ്രാദേശിക സായുധ സംഘടനകളെ തമ്മിലടിപ്പിക്കാം, ഭരണകൂടത്തിനെതിരെ പ്രവർത്തിപ്പിക്കാം. എന്നിരുന്നാലും ജനങ്ങൾ അവസാന നിമിഷം പിന്തുണയ്ക്കുന്നത് മത നേതാക്കളെയാണ്. അതിലൂടെ തീവ്രവാദ നിലപാടുള്ളവർ തന്നെ അധികാരത്തിൽ വരികയുള്ളൂവെന്ന് CIA വിശദമായ പഠനത്തിന് ശേഷം അറിയിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇറാനിൽ ഭരണമാറ്റം വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഇസ്രായേലാണ്. അതിനെ അനുകൂലിച്ചവരിൽ മൊസാദിന്റെ മുൻ മേധാവി യോസി കോഹനും ഉൾപ്പെടുന്നു.
യോസി കോഹന്റെ കണ്ടെത്തലുകൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതുമായിരുന്നു. ആഭ്യന്തര പ്രക്ഷോഭത്തിലൂടെ ഭരണമാറ്റം സാധ്യമല്ലെന്നും അതിനായി സമയം നഷ്ടപ്പെടുത്തുന്നത് ബുദ്ധിമോശമാണെന്നും കോഹൻ അറിയിച്ചു. അതിനുള്ള മാർഗങ്ങളും കോഹൻ വിശദീകരിച്ചു. ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക, ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക നേതാക്കളെയും വധിക്കുക, ആണവ നിലയങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുക. എന്നാൽ പുതിയ മേധാവിയായി വന്ന ഡേവിഡ് ബാർണിയ കോഹന്റെ പദ്ധതികളെ പാടെ തള്ളി. ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തു വേണം പ്രവർത്തിക്കേണ്ടതെന്ന് മൊസാദിനെ ബോധ്യപ്പെടുത്തി. ഇറാനെ ആക്രമിക്കുന്നതിലൂടെ മുതിർന്ന നേതാക്കളെ വധിക്കാനാകും, അതുവഴി ഭരണം അട്ടിമറിച്ചിടാമെന്നും ബാർണിയ വിശ്വസിച്ചു. അങ്ങനെ പദ്ധതിയിലേക്ക് നെതന്യാഹുവിനെയും ട്രംപിനെയും എത്തിക്കുവാനും ബാർണിയയ്ക്ക് സാധിച്ചു എന്നതാണ് യുദ്ധത്തിന്റെ തുടക്കം. എന്നാൽ യുദ്ധം ആരംഭിക്കുകയും തുടക്കം മുതൽ തന്നെ പ്ലാനും പദ്ധതിയും തകരുന്നതുമാണ് കാണാൻ സാധിച്ചത്. ഇറാനിൽ വ്യാപകമായ ആഭ്യന്തര വിപ്ലവം എന്ന സ്വപ്നം വളരെ മനോഹരമായി